തൊപ്പി കച്ചവടക്കാരനും കുരങ്ങന്മാരും. ഇതൊരു പഴയ കഥയാണ്. ഈ കഥ കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. ഒരിടത്തൊരിടത്ത് ഒരു തൊപ്പിക്കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. എന്നും രാവിലെ ഒരു കുട്ടം നിറയെ വിവിധ വർണ്ണത്തിലുള്ള തൊപ്പികളുമായി അയാൾ കച്ചവടത്തിനിറങ്ങും. ഒരുപാട് ദൂരമൊക്കെ നടന്ന് പല നാടുകളിൽ പോയി തൊപ്പി വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് അയാളും കുടുംബവും ജീവിച്ചിരുന്നത്. അങ്ങനിരിക്കെ ഒരു ദിവസം അയാൾ കച്ചവടത്തിനായി നടന്ന് അയാൾ കാട്ടിനടുത്തുള്ള ഒരു ഗ്രാമത്തിലെത്തി. നടന്ന് ക്ഷീണിച്ചത് കാരണം അയാൾ അടുത്ത് കണ്ട ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമത്തിനായി ഇരുന്നു. തൊപ്പികൾ നിറച്ച് കുട്ടയും അടുത്ത് വെച്ച് തലയിൽ ഒരു തൊപ്പിയും വെച്ച് ഇരുന്ന അയാൾ അറിയാതെ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അയാൾ ഇരുന്ന മരത്തിൻ മുകളിൽ ഒരു കൂട്ടം കുരങ്ങന്മാർ ഇരിപ്പുണ്ടായിരുന്നു. അവർ നമ്മുടെ കച്ചവടക്കാരൻ്റെ നീക്കങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. കച്ചവടക്കാരൻ ഉറക്കത്തിലായതും കുരങ്ങന്മാർ ഓരോന്നായി താഴേക്കിറങ്ങി വന്നു. തലയിൽ തൊപ്പി വെച്ച കച്ചവടക്കാരനെ കണ്ട് കുരങ്ങന്മാർ ഓരോ തൊപ്പിയായി കുട്ടയിൽ നിന്നെടുത്ത് തലയിൽ വെച്ചു. പിന്നെ കലപില കൂട്ടി മരത്തിന്മേൽ കയറി കളിയും ബഹളവുമായി. കുരങ്ങന്മാരുടെ ശബ്ദകോലാഹലം കേട്ട് കച്ചവടക്കാരൻ ഞെട്ടി ഉണർന്നു. കുട്ടയെടുത്ത് യാത്ര തുടരാൻ പുറപ്പെട്ട അയാൾ കുട്ടയിലെ തൊപ്പികൾ കാണാതെ പരിഭ്രമിച്ചു പോയി. അപ്പോഴാണ് കുരങ്ങന്മാർ തങ്ങളുടെ തലയിൽ തൊപ്പി വെച്ചിരിക്കുന്നത് അയാൾ കാണുന്നത്. കുരങ്ങന്മാരിൽ നിന്നും എങ്ങനെ തൊപ്പി തിരികെ കിട്ടുമെന്നറിയാതെ അയാൾ വിഷമിച്ചു. അയാൾ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ കൂടുതൽ ഉയരത്തിലേക്ക് കയറാൻ തുടങ്ങി. കച്ചവടക്കാരന് പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നി. സാധാരണ കുരങ്ങന്മാർ മറ്റുള്ളവർ ചെയ്യുന്നത് അനുകരിക്കാൻ മിടുക്കരാണല്ലോ. കച്ചവടക്കാരൻ തൻ്റെ തൊപ്പി ഊരി കുരങ്ങന്മാർക്ക് നേരെ എറിഞ്ഞു. ഉടനെ തന്നെ കുരങ്ങന്മാരും തങ്ങളുടെ തലയിലെ തൊപ്പി ഊരി കച്ചവടക്കാരന് നേരെ എറിഞ്ഞു. കച്ചവടക്കാരൻ വേഗം തന്നെ താഴെ വീണ തൊപ്പിയെല്ലാം പെറുക്കിയെടുത്ത് കുട്ടയിലാക്കി. എന്നിട്ട് കച്ചവടത്തിനായി യാത്ര പുറപ്പെട്ടു. ബുദ്ധിപൂർവം പെരുമാറിയത് കൊണ്ട് കച്ചവടക്കാരന് തൻ്റെ തൊപ്പിയെല്ലാം തിരിച്ചു കിട്ടി.